ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു നല്ല പ്രഭാതം കാണുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും സ്തുതിക്കുവാനുള്ള മഹാഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും ദൈവം നൽകി തന്ന ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുകയാണ്. ഇന്നത്തെ മോർണിംഗ് മന്നയുടെ ഹെഡിങ് ആയിട്ട് നമുക്ക് ദൈവത്തിന്റെ സഭയെക്കുറിച്ച് അല്പസമയം ചിന്തിക്കുവാൻ തക്കവണ്ണം ഇതിന്റെ ആധാരമായിട്ട് നൽകപ്പെട്ടിരിക്കുന്നതായ ദൈവത്തിന്റെ തിരുവചനം മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 4-ാം വാക്യമാണ്. അതിന് അവൻ, മനുഷ്യർ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തു തൻ്റെ സഭയെക്കുറിച്ചും തൻ്റെ മനുഷ്യന്റെ ജീവിതത്തെക്കുറിച്ചും ഒക്കെയും ചിന്തിക്കുകയും അതുപോലെ താൻ മരുഭൂമിയിൽ ആയിരുന്ന സമയത്ത്, പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട സമയത്ത് പിശാചിനോട് പറഞ്ഞതായ വാക്യമാണ് മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 4-ാം വാക്യം എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വളരെയധികം ചിന്തിക്കേണ്ടതായ വളരെ പ്രധാനപ്പെട്ടതായ ഒരു വിഷയം ആണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഭൗതികമായ വളർച്ചയ്ക്ക് വേണ്ടി അവൻ ആഹാരം കഴിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ആ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്നതായ ദൈവത്തിന്റെ തിരുവചനം കൊണ്ട് മനുഷ്യന് പ്രത്യാശയോടും സ്നേഹത്തോടും കൂടെ ജീവിപ്പാൻ സാധിക്കുമെന്നുള്ള വലിയൊരു സത്യത്തെയാണ് ഇവിടെ മനസ്സിലാക്കി ലോകത്തോട് വിളിച്ചു പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ അപ്പം കൊണ്ട് മാത്രമല്ല, അവന്റെ വിശ്വാസത്തോടും അവൻ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ ശക്തി പ്രാപിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നിറയപ്പെട്ടവരായി ജീവിക്കുവാൻ സാധിക്കും എന്നുള്ളതായ ഒരു വലിയ സന്ദേശമാണ് ഇവിടെ കർത്താവായ യേശു ക്രിസ്തു ഇന്ന് പ്രഭാതത്തില് നമുക്ക് നൽകി തന്നിരിക്കുന്നതെന്ന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്കറിയാം, ക്രിസ്തീയ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ അനേക വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാർ, അതുപോലെ ഡച്ചുകാര്, പോർച്ചുഗീസുകാരൊക്കെയും ഇന്ത്യ എന്ന മഹാരാജ്യത്ത് കടന്നു വരികയും അവർ ബിസിനസിനോടുള്ള ബന്ധത്തിൽ ഇവിടെ കടന്നു വരികയും ഇവിടെ പല നാട്ടുരാജ്യക്കന്മാരെയും അവരിൽ നിന്ന് ഭരണം പിടിച്ചെടുക്കുകയും അവരുടേതായ പോളിസികളൊക്കെയും അല്ലെങ്കിൽ ഇവിടെ കണ്ടതായ പല കാര്യങ്ങളിലും അവരെ അതിശയിപ്പിക്കുന്നതായിരുന്നു നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ചില ആളുകളെ മനുഷ്യരെ മൃഗത്തിൻ്റെതായ ഒരു വില പോലും കൊടുക്കാതെ അവരെ അടിമകളാക്കി അവരെ ജോലി ചെയ്യിപ്പിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. അവർക്ക് 3 നേരം ഭക്ഷണം കഴിക്കേണ്ടതാണെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തുകൊണ്ട് രാവിലെ മുതൽ വൈകിട്ട് സന്ധ്യ ആകുന്നതുവരെ അവരെ പണിയെടുപ്പിക്കുന്ന, അവർക്ക് കൂലിയൊന്നും കൊടുക്കാതെ ചെയ്യിപ്പിക്കുന്നതായിട്ട് ഇവിടെ വന്ന ബ്രിട്ടീഷുകാരും മറ്റുള്ളവരൊക്കെയും കാണുവാനിടയായിട്ട്. എന്നാൽ ഇതിന്റെ ഇപ്രകാരമുള്ള ആ ചൂഷണത്തിനെതിരായിട്ട് അനേക കർത്താവിന്റെ മിഷണറിമാര് ഈ ഇന്ത്യ എന്ന മഹാരാജ്യത്തിലേക്ക് കടന്നു വരികയും അവർ നമ്മുടെ കേരളത്തെ തന്നെ എടുത്താൽ മതി, അവിടെ ഓരോ ഗ്രാമങ്ങളിലും ഓരോ ദേശങ്ങളിലും പോയി സുവിശേഷം അറിയിക്കുവാൻ തക്കവണ്ണമുള്ള താല്പര്യമുണ്ട്. അതിനുവേണ്ടി ബ്രിട്ടീഷ് ഗവൺമെന്റ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഈ മിഷണറിമാർക്ക് പൂർണ്ണമായ സപ്പോർട്ട് കൊടുത്തു. അപ്പോൾ നമുക്കറിയാം, അന്ന് അവര് വളരെയധികം കഷ്ടപ്പെട്ടിരുന്നതായ ജനങ്ങളുടെ മധ്യത്തിലേക്കാണ് മിഷണറിമാര് ഇറങ്ങി വന്നത് എന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട്. അന്ന് പല വിധത്തിലുള്ള കരങ്ങളാണ് പണ്ടുള്ളവർ കൊടുത്തുകൊണ്ടിരുന്നത്. ആണുങ്ങൾക്കാണ് തലക്കരം കൊടുക്കണം, പെണ്ണുങ്ങൾക്കാണെങ്കിൽ മുലക്കരം കൊടുക്കണം. അങ്ങനെ എല്ലാ വിധത്തിലും കരങ്ങൾ കൊടുത്തുകൊണ്ട് ആണ് നമ്മുടെ ആ ഒരു സാഹചര്യത്തിൽ മിഷണറിമാര് ഇറങ്ങി ഇവിടെ വന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. വളരെ പ്രതികൂലമായ സാഹചര്യത്തിൽ അവർ അതിനെല്ലാം എതിർത്തുകൊണ്ട് അപ്രകാരം അവർക്ക് വസ്ത്രം കൊടുത്തുകൊണ്ട്, അതുപോലെ പള്ളിയോട് അടുത്ത് തന്നെ ഒരു പള്ളിക്കൂടം സ്ഥാപിച്ചുകൊണ്ട് അവർക്ക് വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ട് അവർ പണിയെടുത്താൽ അവർക്ക് കൂലി ആവശ്യമുള്ളതാണെന്നും അത് ചോദിച്ചു വാങ്ങിക്കുവാനുള്ളതായ ഒരു ശക്തി അവർക്ക് കൊടുത്തത് ഈ മിഷണറിമാരാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ നമ്മൾ പറയും ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷമാണ് ഇവിടെ പല കാര്യങ്ങളും പ്രവർത്തിച്ചത്. പക്ഷെ അതിന്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ചത് പ്രാർത്ഥിക്കുകയും വളരെയധികം മിഷണറിമാരുടെ ജീവൻ എടുത്തതും ഒക്കെയും അനേക ആൾക്കാർ കൂടി തല്ലിക്കൊല്ലുകയും അവരെ ആ ദേശത്ത് നിന്ന് ഓടിച്ചു വിടുകയൊക്കെയും ചെയ്തതായിട്ട് ഞാൻ ഇത് ചരിത്രമാണ് പറഞ്ഞത്. അപ്പോൾ നാം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പുറയിലേക്ക് ചിന്തിക്കുമ്പോൾ ഇപ്രകാരം ഒരു അനുഭവമായിരുന്നു കേരളത്തിൽ നടമാടിയിരുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ അതിനെല്ലാം വ്യത്യസ്തമായിട്ട് പള്ളിക്കൂടം സ്ഥാപിക്കുകയും പള്ളികൾ പലരും കൊണ്ടുവരികയും അതിലേക്ക് അനേക ആൾക്കാരെ ആകർഷിച്ചുകൊണ്ട് ഇവിടെ ആയിരിക്കുകയും ചെയ്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെ അനേകർ രക്ഷിക്കപ്പെട്ട്
ക്രിസ്തുവിനെ കണ്ടുമുട്ടുവാൻ ഇടയായി തീർന്നത് ഈ മിഷണറിമാരുടെ വലിയൊരു പ്രവർത്തനം കൊണ്ടാണ്. അവരതിനുവേണ്ടി അനേക കഷ്ടങ്ങൾ സഹിച്ചു. വളരെ പ്രതികൂലമായ സാഹചര്യങ്ങളിൽ ഒക്കെയും അവർ കടന്നു പോവുകയും അവർ കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ വേണ്ടി ഈ കഷ്ടത അനുഭവിക്കുന്ന ജനത്തിനു വേണ്ടി അവർ അനേക നന്മകളെ ചെയ്തു കൊടുത്തുകൊണ്ട് അവരുടെ അവകാശങ്ങളെ ചോദിച്ചു വാങ്ങിക്കുവാൻ തക്കവണ്ണമുള്ള വലിയ പ്രേരണ, അല്ലെങ്കിൽ ദൈവത്തിന്റെ തിരുവചനം, അല്ലെങ്കിൽ അവർക്ക് നല്ല ബുദ്ധി ഉള്ളത് കൊണ്ട് മറ്റുള്ളവർക്കും ഈ നല്ല ബുദ്ധി ഉപദേശം കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ ദൈവസന്നിധിയിലേക്ക് അനേക മിഷണറിമാർ അന്നിരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ച് ഈ ജനത്തിനു വേണ്ടി നന്മ ചെയ്യുവാൻ അവർക്കുള്ളതായ സമ്പത്തെല്ലാം വിറ്റ് അവർ ഈ ഇന്ത്യ മഹാരാജ്യത്തിലേക്ക് അവർ കടന്നു വരികയും അനേകരെ രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു. ഇന്ന് അനുഭവിക്കുന്ന സുഖങ്ങളൊക്കെയും ഒരുപക്ഷെ അവർ അനുഭവിച്ച കഷ്ടതയുടെ ഒരു പ്രതിഫലമായിട്ടാണ് നമ്മൾ ഇന്ന് സുഖമായിട്ട് ഇത്രത്തോളം സന്തോഷത്തോടെയൊക്കെയും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് എന്ന് നമുക്ക് തിരുവചനം പരിശോധിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്രകാരമാണ് നമ്മുടെ ചരിത്രങ്ങൾ ഒക്കെയും എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ക്രിസ്തുവിനെ അറിഞ്ഞവർ, ക്രിസ്തുവിനെ അറിഞ്ഞ വ്യക്തികൾ, ക്രിസ്തുവിനെ അറിഞ്ഞ കുടുംബങ്ങള്, ക്രിസ്തുവിനെ അറിഞ്ഞ ദേശം, ക്രിസ്തുവിനെ അറിഞ്ഞ സഭ എല്ലാം അനുഗ്രഹിക്കപ്പെട്ടതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ആ കൂട്ടത്തില് നമ്മളും ഓരോരുത്തരുമായി തീർന്നുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ തീരുമാനമെടുത്ത് പ്രവർത്തിക്കുന്നതായും അങ്ങനെ സഭയുടെ കൂട്ടായ്മ, പ്രാർത്ഥന, ഉപവാസ പ്രാർത്ഥനകൾ ഒക്കെയും അനേകരെ ഇപ്രകാരം ക്രിസ്തുവിലേക്ക് ആകർഷിക്കുവാൻ തക്കവണ്ണമുള്ള വലിയ പ്രേരണ നമുക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമുക്ക് ഭക്ഷണം നമ്മൾ കഴിക്കുന്ന ശരീരത്തിന്റെ പുഷ്ടിക്കും അതിന്റെ പ്രവർത്തനങ്ങൾക്കും വേണ്ടിയാണെങ്കിൽ നമ്മൾ ആത്മീയമായിട്ട് വളരുവാൻ ദൈവത്തിന്റെ വായിൽ നിന്നും വരുന്നതായ തിരുവചനത്തെ ഭക്ഷിച്ചുകൊണ്ട് ആ വചനത്തിൽ ശക്തിപ്പെട്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതായ ആ വലിയ പ്രത്യാശയിൽ വേരൂന്നി വളർന്നുകൊണ്ട് ഓരോ നിമിഷവും ദൈവം നമുക്ക് നൽകി തരുന്ന ആ ഓരോ നിമിഷവും കർത്താവിനെ മഹത്വപ്പെടുത്തി സ്തുതിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നെങ്കിൽ സ്വർഗം നമ്മെ നിശ്ചയമായും ഇന്ന് ഈ പ്രഭാതത്തില് അനുഗ്രഹിക്കുമെന്നുള്ളത് നിശ്ചയമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ പ്രഭാതത്തില് നമുക്ക് കർത്താവിനെ ഒരിക്കൽ കൂടി മഹത്വപ്പെടുത്താം, സ്തുതിക്കാം. ഇന്ന് ജന്മദിനമായിരിക്കുന്ന ടിജു ജേക്കബ് വെട്ടിപ്പുറം ചർച്ച്, ഇദ്ദേഹത്തിന് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, കർത്താവെ, പ്രിയ ടിജു ജേക്കബിനെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ജന്മദിനം ആയിരിക്കുന്നല്ലോ. കർത്താവിന്റെ സാന്നിധ്യം തന്നെ അവനോട് കൂടെ ഇരുന്ന് സ്വർഗത്തിലെ ദൈവം ഇത്രത്തോളം അനുഗ്രഹിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് തിരുവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ആരെങ്കിലും രോഗത്താലോ ക്ഷീണത്താലോ പ്രയാസത്താലോ ദുഃഖത്താലോ കടഭാരത്താലോ ആയിരിക്കുന്നെങ്കിൽ അവരെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനത്തെ ഏറ്റെടുത്തുകൊണ്ട് അപ്രകാരം ജീവിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം അവരുടെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം കൊടുത്തുകൊണ്ട് ദൈവം അതിനെ പരിഹരിക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിവുണ്ടെന്ന് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് നിങ്ങളുടെ വചനമാണല്ലോ. അപ്രകാരം ദൈവസന്നിധിയിൽ ഓരോ ഹൃദയങ്ങളും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നേറുവാനുള്ള എല്ലാ കൃപകളും കൊടുത്ത് എന്റെ സ്വർഗത്തിലെ ദൈവം ഓരോ പ്രിയപ്പെട്ടവരെയും സ്വർഗം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച പൊന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് തിരുവചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും എന്റെ സ്വർഗത്തിലെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.